കാളികാവിലെ കടുവ ആക്രമണത്തിൽ പ്രതിഷേധം അവസാനിപ്പിക്കാതെ നാട്ടുകാർ. കാളികാവ് ടൗണിൽ ടാപ്പിംഗ് തൊഴിലാളി യൂണിയന്റെ കണ്ണുകെട്ടി പ്രതിഷേധം നടക്കുകയാണ്. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. വിപിൻ, ഈ വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയ നാട്ടുകാരാണ്. തീർച്ചയായും അവരുടെ സമരത്തിന്റെ ശക്തി അല്പം കൂടും. നിലവിൽ അവിടെ എന്താണ് നടക്കുന്നത്? ഈ പ്രതിഷേധത്തിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? വലിയ പ്രതിഷേധമാണ് വനം വകുപ്പിനെതിരെ ഉയരുന്നത്. കാരണം കടുവ ആക്രമണത്തിൽ ഗഫൂർ കൊല്ലപ്പെട്ടതും ഇന്ന് രാവിലെയായിരുന്നു. ഇപ്പോൾ കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് കാളികാവ് നഗരത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത്. അവർ കണ്ണ് കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തിയത്. കാരണം വനം വകുപ്പ് ഇതിനു മുൻപ് പലതവണ ഈ ടാപ്പേഴ്സ് യൂണിയനൊക്കെ ഇക്കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു. പക്ഷേ കടുവയെ പിടികൂടാനോ അതിനെ ലൊക്കേറ്റ് ചെയ്യാനോ പോലും ശ്രമം ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം? ഇത്തരം വിഷയങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണം. ടാപ്പിംഗ് തൊഴിലാളികളെ സംബന്ധിച്ച് 2 മണിക്കും 3 മണിക്കും ജോലിക്ക് പോകുന്നവരാണ്. തികച്ചും ഏകാന്തമായി കാടും മേടും മലകളും താണ്ടി ഏകാന്തമായി ജോലിക്ക് പോകുന്നവരാണ് ടാപ്പിംഗ് തൊഴിലാളികൾ. ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം സുരക്ഷ വേണമെന്നുള്ളതാണ്. സുരക്ഷ വേണമെന്ന് മാത്രമല്ല, ജീവൻ നഷ്ടപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു ഉപജീവന മാർഗത്തിന് സർക്കാർ ജോലി കൊടുക്കുകയും വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതെ, അപ്പോൾ താൽക്കാലികമായിട്ട് ജോലി കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ സ്ഥിര ജോലിക്ക് വേണ്ടി വനം വകുപ്പ് ശുപാർശ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കടുവയെ പിടികൂടുക എന്നുള്ള വലിയ ദൗത്യമാണ് ഇനി മുന്നിലുള്ളത്. അതിന് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുകയും ചെയ്യും. പ്രവിധ, കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് മലപ്പുറം കാളികാവിൽ നടക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ വിപിൻ സി വിജയൻ നൽകിയത്.